ഞാൻ എന്നെ വിമൽ കുമാർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നതല്ലേ, എനിക്കും ആഗ്രഹമുണ്ട് ഈ പറയുന്ന പോലെ വലിയ വലിയ പേരുകളോ പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോസഫ് അലക്സ് എന്നൊക്കെ ഉള്ള പേര്. പക്ഷേ നമ്മളുടെ രൂപത്തിനും നമ്മളുടെ ഈ പറയുന്ന ബാഹ്യമായ ശാരീരിക ഫീച്ചേഴ്സ് എല്ലാം കൂടെ കണക്കിലെടുത്ത് സിനിമ എടുക്കാൻ ടാലൻ്റുള്ള സംവിധായകർക്കറിയാം എനിക്ക് എന്ത് പേര് തരണമെന്ന്. അപ്പോൾ ഏറ്റവും യോജിച്ച പേരുകൾ ചിലപ്പോൾ അതായിരിക്കും. എൻ്റെ രൂപത്തിനും ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ പെട്ടെന്ന് പറയുന്നത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ വല്ല സാംസൺ അങ്ങനെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, നല്ല വൃത്തിയുടെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പേരുകൾ സേഫാണ്. പ്രേക്ഷകർക്ക് കാണുമ്പം നമ്മളോട് ദേഷ്യം തോന്നിയില്ലെങ്കിലും ഇഷ്ടം തോന്നിയില്ലെങ്കിലും ദേഷ്യം തോന്നാതിരുന്നോളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പിയാണ്. എനിക്കിപ്പോൾ പേരുകളിലൊന്നും ക്യാരക്ടർ പേരുകളിലൊന്നും നമുക്ക് കുറച്ച് സ്വീറ്റ്നെസ് ഉള്ളത് തന്നെയാണ് എനിക്കിഷ്ടം. ഒരു വില്ലനിസം ഒന്നും ഇല്ലായിരിക്കും തന്നെയാണ് നല്ലത്. ഗ്രീനോയെ, ഫസ്റ്റ് നൈറ്റിൽ ഞാൻ അനുവിൻ്റെ അടുത്ത് വെച്ച കണ്ടീഷൻ എന്താണെന്ന് അറിയാം നിനക്ക്? എന്തുട്ടാ മോളെ അനുവേ, നമുക്ക് ഫസ്റ്റ് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് 1 crore ബാങ്കിൽ ബാലൻസ് വേണട്ടാ. ഇതെന്റെ ഫൈനൽ ഡിസിഷനാണ്. ഈ ഡയലോഗൊക്കെ അച്ചതും അവളുടെ മോന്ത കണ്ണം ബൾബായി. നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് പറ്റൂ ചോയ്യട്ടാ. നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് പെണ്ണ് കാണാൻ പോയിട്ട് കംപ്ലീറ്റ് നാട്ടുകേസായി. പോവാ ചോദിക്കാൻ മറന്നൂടാ, അതെന്താടാ പോയിട്ട്? പണ്ട് ജോയേട്ടൻ അനുചേച്ചിയോട് പറഞ്ഞ പോലെ 1-2 ഡയലോഗുകൾ ഞാനും കാച്ചു നോക്കി. പേറ്റ് കാണുമല്ലോ. തേങ്ങയാണ്. കുട്ടി പഠിച്ച് കരച്ചിലായില്ലേ. കുട്ടിയുടെ അച്ഛൻ്റെ തല്ലിയിട്ടായിരുന്നു എൻ്റെ ഭാഗ്യം. സാരില്ലടാ, നിനക്കിനിയും ടൈം ഉണ്ടല്ലോ. ഗ്രീനോയെ, ഞാൻ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാം നിനക്ക്? എന്നിട്ടാ കുട്ടിയോള് വലുതാകുമ്പോ ജോയേട്ടനെ എങ്ങനായിരിക്കാല്ലേ. പോടാ പോത്തെ അവിടെ നിന്ന്. ചെറുപ്പത്തിലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനല്ലേ. നെവർ. പിന്നെന്തുട്ടാ ജോയേട്ടൻ തന്നെ പറ. നമ്മള് ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാൽ ഒരു ഗുണം എന്താ വെച്ചാ, ഇൻ കേസ് ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആയില്ലാച്ചാലും നമുക്ക് വേറെ കെട്ടിക്കൂടാ. നമ്മള് സ്റ്റിൽ യങ്ങല്ലേ. ഗ്രീനു ശർമ്മയും പാച്ചനും അല്ലെങ്കിൽ അബ്ദും കുട്ടും കാഞ്ഞാണിയൊക്കെ എനിക്ക് തോന്നുന്നു മിഥുൻ മാനുവൽ തോമസ് അതിൻ്റെ റൈറ്റർ എന്നെ സിനിമ ഷൂട്ടിങ്ങിന് മുമ്പ് അവൻ തിരക്കഥ ആദ്യം വന്ന് പറഞ്ഞ എന്നോടാണ്. അന്നോട്ടേ അവൻ എന്നെ കാഞ്ഞാണി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് ഇടയ്ക്കൊക്കെ. കാഞ്ഞാണി തല്ലുള്ളി വായി നോക്കി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നൊക്കെ കാരണവന്മാർ പറയണ ഐറ്റം. ഈ പേരുകളൊക്കെ തിരക്കഥാകൃത്തുക്കൾ തന്നെ ഇട്ടാണ്, അവരുടെ മനസ്സിലെ പേരുകളാണെല്ലാം. എനിക്ക് വളരെ സന്തോഷം തോന്നിയ സക്രിയയുടെ ഗർഭിണികളിൽ അജു തന്നെയാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പം അത് ഞാൻ അനീഷേട്ടനോട് ചോദിച്ചു, ഈ പറയുന്ന പോലെ എന്താ പേര് ഞാൻ ചോദിച്ചപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു പേര് ഞാൻ ഇട്ടിട്ടില്ല, എനിക്ക് അജ്മൽ നിട്ടാൽ കൊള്ളാമെന്നുണ്ട്, അജു നിട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അപ്പം അജു നിട്ടാൽ പോയി ചോദിച്ചു. ഒരു സിനിമയിലെങ്കിലും സ്വന്തം പേര് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് അജ്മൽ എന്നാക്കാം, പക്ഷെ അജു എന്ന് വിളിക്കുന്നു എന്നാക്കാം. ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ശബ്ദത്തെ കളിയാക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ കോളേജിലെ സുഹൃത്തുക്കൾ. ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ നവീൻ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട്. അവനൊക്കെ ഇപ്പോഴും അവൻ അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തേക്കണേ. കഴിഞ്ഞ ദിവസം കൂടി ഒരു കാര്യത്തിന് വിളിച്ചപ്പം ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്ത് കളിയാക്കിയിരുന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സൗണ്ട് തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ചമ്മലുണ്ട്. അത് ഒരു ഇടയ്ക്കൊരു കിഡിഷ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫെമിനൈൻ ടോണും വരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നെയ്സിൽ ഇച്ചിരി കൂടിക്കിടക്കുന്ന നമ്മൾ ഹൈ പിച്ചൊക്കെ പറയുമ്പോൾ. എൻ്റെ ആഗ്രഹം ഈ പറയുന്ന പോലെ മമ്മൂക്കയൊക്കെ സംസാരിക്കണം എന്നൊക്കെ പോലെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്. അപ്പം എനിക്ക് അല്ലാതെ വല്ല കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് ഒരു പല രീതിയിൽ തമാശയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ ചില ഹോട്ടലിലൊക്കെ ചെന്നിട്ട് നമ്മൾ എനിക്ക് അങ്ങോട്ട് എനിക്ക് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ആ ഒരു സംഭവത്തിനോട് ഭയങ്കരമായിട്ട് ഞാൻ വാല്യൂ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആരെയും പോയി ദ്രോഹിക്കാറൊന്നുമില്ല. അപ്പോൾ എത്രയും നമ്മൾ അവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഹോട്ടലിലെ റിസപ്ഷനിലൊക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഒരു കാപ്പിയോ ചായയോ ഒക്കെ ചോദിക്കുമ്പം അവർ ഓക്കെ മാഡം എന്ന് പറയാറുണ്ട്. അപ്പം ഞാനും ആയിക്കോട്ടെ നല്ല കാര്യം. അവരും അപ്പോൾ പെട്ടെന്ന് കൊണ്ട് തരും. അത് ഏതൊരു ചേച്ചിയോ അല്ലെങ്കിൽ പെൺകുട്ടിയാന്നൊക്കെ ആണെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊന്ന് ഫോണിൽ കൂടെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. അത് ഇപ്പോൾ ഈ അടുത്തൊക്കെ അറിയുന്നത്. നമ്മൾ മുമ്പൊക്കെ സുഹൃത്തുക്കളെയൊക്കെ കൂടുതലും വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് നമ്മുടെ സൗണ്ട് അറിയാവുന്നതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഇതുവരെ ഇതുകൊണ്ട് ദോഷമുണ്ടായിരിക്കുന്ന വേളകൾ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഈ സ്കൂളിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫ്രണ്ടിൽ നിർത്തുമല്ലോ, അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ എന്ത് അതെടുത്തോണ്ടോ ഇതെടുത്തോണ്ടോ അപ്പോൾ മുമ്പ് ഇരിക്കുന്ന പൊക്കം ഇല്ലാത്തവരായിരിക്കുമല്ലോ വിളിക്കണേ. അല്ലാതെ പിന്നെ എനിക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എന്തൊക്കെ ഗുണങ്ങൾ പൊക്കം ഉണ്ടെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല. എനിക്കതൊരു വലിയ ബോധറേഷനല്ല. തമാശയ്ക്ക് നമ്മൾ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നല്ലാതെ എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ ബോധർ ചെയ്തിട്ടേ ഇല്ല. പണ്ട് ഈ ജോലി കിട്ടുമ്പോൾ ഉള്ളൊരു ദേഷ്യം വരും, അത്ര ഉള്ളായിരുന്നു. അത് പോയി എടുത്തിട്ടോ ഇത് പോയി എടുത്തിട്ടോ. പക്ഷെ അല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആകെയുള്ള ചില കടയിൽ ചെല്ലുമ്പം നമുക്കെപ്പോഴും ഈ മീഡിയം അല്ലെങ്കിൽ കറക്റ്റ് ലാർജ് അത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതായിരിക്കും ഏറ്റവും ഡിമാൻഡുള്ളത്. ഈ XXXL അല്ലെങ്കിൽ XL ഡ്രസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഇച്ചിരി പൊക്കം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ സൈസൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് നല്ല സെലക്ഷൻ കിട്ടിയാണ്. കാര്യം വളരെ റെയറായിട്ടുള്ള ചില ഷർട്ടൊക്കെ അല്ലെങ്കിൽ ആ സൈസിലെ മിച്ചം കാണാറുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അല്ലാതെ എനിക്ക് അതൊരു വലിയ ബോധറേഷനല്ല. വാ, ഈ ചായം പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? അതങ്ങൾ ചെക്ക്. ആ നോക്കോ, ഇനി മേല ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്. ഇല്ല സാർ. സാർ ബാഗ് ഞാനെടുത്ത് വേണ്ട. സോറി മാഡം, സോറി ഫോർ ദ ട്രബിൾ. പിള്ളേരല്ലേ, പ്രായത്തിന്റെ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവണം മക്കളെ. ഇല്ല സാർ. ആ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഗ്യാരണ്ടി. ആ എന്നാ വിട്ടോ. നിന്റെ ഒരു ഷൂ അവിടെ പോയി. വലിച്ചെറിഞ്ഞു. ചാക്കോ 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 എടാ ചാക്കോ, ഐ എം സോറി. എൻജിനീയറിങ് പാസ്സായതായിരിക്കാം. ഞാനൊരു 10 പേപ്പർ എഴുതിയിരുന്നു. ഞാൻ പാസ്സാവണം മാത്രമുള്ളായിരുന്നു വീട്ടിൽ ഫാദറിൻ്റെ മദറിൻ്റെ ഒരു ആഗ്രഹം. 4 വർഷത്തിൽ പാസ്സാവുക, അതായത് 8 സെമിസ്റ്റർ കൊണ്ട് തന്നെ 10 പേപ്പറാണ് ഞാൻ എഴുതി. അപ്പം എഴുതിക്കൊണ്ടിരിക്കുമ്പം ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും 3 ദിവസം അടുപ്പിച്ചെന്തുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാം എഴുതാമെന്ന് വെച്ചു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ശരിക്കും ഒരു 2 ദിവസത്തേക്ക് എനിക്ക് ഒരു എന്താ പറയുക, ഈ ഒരു അവസ്ഥയായിരുന്നു. അതായത് സന്തോഷം കൊണ്ടാണോ അതോ ഇത് സത്യമാണെന്നറിയാനാണോ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാനത് റൈറ്റ് ടൈമിൽ. വേറൊന്നുമല്ല, ഒരുപാട് നമുക്ക് തന്നെ നമ്മുടെ എല്ലാ ജോലിയും തീർന്നില്ലേ, ഈ പഠിക്കാൻ വിട്ടേക്കുക എന്ന് പറയുന്നൊരു ജോലി ഭയങ്കര ജോലിയായിട്ട് കരുതിയിരുന്നു ഞാൻ. ഞാൻ അന്ന് എനിക്ക് സിനിമയിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ വിനീതിനോട് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ശ്രീനിസാറിൻ്റെ ഒരു തിരക്കഥ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോഴും വിനീത് സംവിധാനം ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴും നമ്മളറിയുന്നില്ല വിനീത് ഇതേപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ നമ്മൾ വിളിക്കുന്നോ, അതൊന്നും അന്നറിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആക്ച്വലി അങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചു. കിളി പോയെന്നൊക്കെ പറയുന്ന സംഭവിച്ചത് അന്നാണ്. വിനീത് സിനിമയെ വിളിച്ചപ്പോൾ പോലും അല്ല. ഞാൻ എൻജിനീയറിങ് പാസ്സായത് അത്രയ്ക്കും ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് 2 ദിവസത്തേക്ക് ഞാൻ പോയി ഇൻ്റർനെറ്റിൽ നിന്ന് പല വെബ്സൈറ്റിലും റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതൊക്കെ ഞാൻ കോപ്പി എടുത്ത് കൈവച്ചു. ഇനി ഇവർ മാറ്റി പറഞ്ഞാൽ എനിക്ക് തെളിവ് വേണമല്ലോ. ഞാൻ കോളേജിൽ പോയി കൗണ്ടർ ചെക്ക് ചെയ്തു. അപ്പോൾ വൈസ് പ്രിൻസിപ്പലിനൊക്കെ ഒരു ഡൗട്ട്, അതായത് നീ നിജമാ പാസ്സായച്ചാ? ഞാൻ പറഞ്ഞു അതാ റിസൾട്ടിൽ അതൊക്കെയാണല്ലോ പറയണേ. അല്ല உங்களுக்கு கொஞ்சம் കവല ഇരിക്കേ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഒന്നുമില്ല. അപ്പം അത് മറക്കത്തില്ല, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സിനിമയിൽ വരുന്നവരെ ഈ പറയുന്ന പോലെ എന്നെ അങ്ങനെ പെൺകുട്ടികളെ അങ്ങനെ സംസാരിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ അതിന് മുമ്പെന്നുള്ളൊരു കേസ് റൂൾ ഔട്ട് ചെയ്യുകയും ചെയ്തേക്കാം. അങ്ങനെ തന്നെ ആ സമയം റിലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പെൺകുട്ടിയെന്ന് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നല്ലാതെ. പിന്നെ സിനിമയിൽ വന്നിട്ടാണ് ഈ പറയുന്ന പോലെ നമുക്ക് വിഷസൊക്കെ വരും, ഇതേപോലെ നമ്മളെ എവിടെയെങ്കിലും കാണുമ്പോൾ സംസാരിക്കുന്നതൊക്കെ തുടങ്ങിയത്. പക്ഷെ ആ സമയത്തും ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ സിനിമ തൊട്ട് നമുക്കിത് സീരിയസ് തന്നെയായിരുന്നു. നമ്മൾ ഈ മേഖലയിൽ നമ്മൾ ആക്ച്വലി പഠിച്ച സമയത്തെ പോലൊന്നുമല്ല. നേരത്തെ പറഞ്ഞപ്പോൾ എങ്ങനെയോ പാസ്സാകുന്നുണ്ട്. നമ്മൾ ഇവിടെ ജെന്യുവനായിട്ടും നമ്മൾ ഈ മേഖല ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫെയിമോ ഗ്ലോറിയോ അതൊന്നുമല്ല. നമുക്ക് ഈ ഒരു മാധ്യമത്തിനോടൊരു ഇഷ്ടം, എന്താ പറയുക, അത് ഒരുപാട് സിനിമ കാണാൻ ഇഷ്ടമാണ്.
ആ സിനിമ കണ്ട് 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 ഈ ടെക്നോളജി എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം. അവിടുന്ന് ഇത് അറിയാനൊരു അവസരം കിട്ടുമ്പം അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. അത് തന്നെയാണ് എൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത്. ഒരുപാട് ടാലൻ്റുള്ള കൂട്ടുകാരുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ മനസ്സ്, ഞാൻ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വേറെ ഒന്നിലും ഡീവിയേറ്റ് ചെയ്തിട്ടില്ല. അത് എന്നും പറഞ്ഞ് ഞാൻ 24 മണിക്കൂറും ആക്ടിങ് ക്ലാസ്സിന് പോയോ സിനിമ മാത്രം കണ്ടുകൊണ്ടിരിക്കുക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ സിനിമയെ വെച്ചിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയോ ആണ്. അപ്പം ആ സീരിയസ്നെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനൊന്നും വലിയ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. മീശ എന്നൊന്നും എന്നെ വിളിക്കാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹം വീണ്ടും മനസ്സിൽ നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരെ പോലെയൊക്കെ മീശ വളർത്തണം എന്നാണ്. പക്ഷെ അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ സമയമായതുകൊണ്ട് പെട്ടെന്ന് ടൈമില്ലായിരുന്നു. അപ്പം ഞാൻ ജിബോട്ടിനോട് പറഞ്ഞു, ജിബോട്ടെ ഇത് നമുക്ക് ഇതൊക്കെ വെച്ച് നമ്മൾ ഒരുമാതിരി പൊടി മീശയൊക്കെ വെച്ച് വേണോ, കാണാൻ ഒരു വൃത്തിയില്ല. പാച്ചന് കറക്റ്റാടാ, ഇത് മതി. മാമച്ചോട് വെക്കുമ്പം പാച്ചന് ഇതിങ്ങനെ മതി. ജിബോട്ട് എന്ന് നമ്മളെ വിനീത് പഠിപ്പിച്ചേക്കുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ സംവിധായകരെ വിശ്വസിക്കൂ. യെസ്, ജിബോട്ടൻ പറഞ്ഞ സത്യമായിരുന്നു. പാച്ചൻ്റെ രൂപം അങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇത് മൈൽ സ്റ്റോൺ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇതുകൊണ്ടൊരു 2-3 സിനിമകൾ കിട്ടിയാൽ ഞാൻ സന്തോഷവാനാണ്. അതുകൊണ്ട് പിന്നെ പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്നതിനാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് നാളെ ഒരു പെണ്ണ് കാണാൻ പോയാലോ? പെണ്ണ് കാണാനോ? നാട്ടിൽ നിന്നൊരു പാർട്ടി പുതുതായി താമസം മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ, ആളൊരു ചെറ്റിയ. പക്ഷെ ആൾക്കൊരു മോളുണ്ട്, ഡൽഹിയിൽ നേഴ്സാ. എനിക്ക് ആ പള്ളിയിൽ നിന്ന് കണ്ട പെണ്ണിനെ ആയിരുന്നു താല്പര്യം. നമുക്ക് ആലോചിക്കാം, പക്ഷെ അതിനു മുമ്പ് നമുക്കിന്ന് കണ്ടാൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും ആ പെണ്ണിനെ തന്നെ ആയിരുന്നു താല്പര്യം. എന്റെ മാമച്ചൻ ഞാൻ ബ്രോക്കറാന്നും പറഞ്ഞ അവളുടെ അപ്പനെ വിളിച്ചു. പുള്ളി 100 നിൽക്കുക. ഞാൻ മാമച്ചന്റെ പ്രായമൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഏതായാലും നാളെ അവിടെ വരെ ചെല്ലാം. എന്നാലും ഈ നേഴ്സ് എന്നൊക്കെ പറയുമ്പോ തുടങ്ങി. ആദ്യം ഒന്ന് പോയി കാണ്, ബാക്കിയൊക്കെ പിന്നല്ലേ. അല്ലേലും മാമച്ചന്റെ പ്രായത്തിന് നേഴ്സാ ബെസ്റ്റ്. ഇനിയിപ്പോ ഈ പ്രായത്തിൽ ഷുഗർ, പ്രഷർ, എന്തൊക്കെ രോഗങ്ങൾ വരാൻ കിടക്കുന്നു. എന്റെ മാമച്ച വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണം. അതും ശരി. എനിക്ക് പറ്റുന്ന ഫാമിലി ആണോടാ? തന്ത ചെറ്റിയാന്ന് പറഞ്ഞല്ലേ. എന്നെ കുട്ടു എന്ന് വിളിക്കുന്ന ചില വ്യക്തികളുണ്ട്. നിവിൻ എന്നെ ഇപ്പോഴും കുട്ടു എന്നാണ് വിളിക്കുന്നത്. എന്നെ അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ എന്നെ കുട്ടു എന്നും അബ്ദു എന്നും വിളിക്കുന്ന പ്രേക്ഷകരുണ്ട്. കാഞ്ഞാണി എന്ന് വിളിക്കുന്നുണ്ട്, ഗ്രീനു ശർമ്മ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പേര് പല സ്ഥലങ്ങളിലും പലരും പലത് വിളിക്കുന്നത്. ഇടയ്ക്ക് അജു എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ടാണ് എൻ്റെ പേരൊക്കെ കുറേയൊക്കെ മനസ്സിലായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കുറേ പേരുകളുള്ളത് എനിക്ക് സന്തോഷം തന്നെയാണ്. എനിക്ക് തിരക്കഥയിലുള്ളൊരു ഇഷ്ടം, ഈ സിനിമ കണ്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു വ്യക്തി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, 100 പേരൊരു സിനിമ കണ്ടാൽ 100 പേർക്കും ഇഷ്ടമാവുന്നൊരു സിനിമയിൽ ഭാഗമാവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതെൻ്റെ കഴിഞ്ഞ സിനിമകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഓഡിയോ സിനിമകളാണ് ഉണ്ടെങ്കിൽ പോലും 100 പേർ കണ്ടു കഴിഞ്ഞാൽ 99 പേർക്ക് ഇഷ്ടപ്പെടാൻ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പാടാണ്, അല്ലെങ്കിൽ 95 പേർക്ക് ഇഷ്ടപ്പെടാൻ 5 പേർക്ക് പാടാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നമ്മൾക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റു മുൻപേ ഓടിയിട്ടുള്ള സിനിമകളെ പോലെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നീ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്ന് ആരും ചോദിക്കില്ല, നമുക്ക് ഉറപ്പുണ്ട്. ഈ ഒരു ഫിനോമിനൽ വേ ഓഫ് റീച്ച് സർപ്രൈസ് തന്നെയാണ് നമുക്ക്. അത് ആ തിരക്കഥയുടെ ഒറിജിനാലിറ്റിയും അത് എഴുതിയ വ്യക്തികളുടെ നന്മയും സംവിധായകൻ്റെ നന്മയും പിന്നെ മാമച്ചൻ്റെ ആ ഒരു നല്ല മനസ്സ്. മാമച്ചനെ വേറെ നല്ല ബിജുവേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഗെയിൻ നമ്മളെ ഞാൻ വളരെ അടുത്തുള്ള സ്വന്തം ചേട്ടന്മാരായിട്ട് കാണുന്ന വ്യക്തിയുള്ള ഒരാളാണ് ബിജുവേട്ടൻ. അപ്പം ബിജുവേട്ടൻ്റെയൊക്കെ ബിജുവേട്ടൻ എനിക്കൊന്നും വെള്ളിമൂക്ക് വേണ്ടി 2-3 മാസം വേറെ സിനിമകൾ എടുത്തിട്ടില്ല. അപ്പോൾ അവരൊക്കെ അത് ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ അവരുടെ എത്രയോ മാസങ്ങൾ ഇതിനു വേണ്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ FBയിൽ ഞാൻ അവരെക്കാൾ ആക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ തന്നെയായിരുന്നു. സിനിമയുടെ ബിഗിനിങ് ടു എൻഡ് വണ്ണസ് ഉണ്ടായിരുന്നു. അതുണ്ടായിട്ടും ഓടാത്ത സിനിമകളുണ്ട്. പക്ഷേ ഇതിപ്പോൾ പ്രേക്ഷകരുടെയും കൂടെ ഒരു മനസ്സ് അതിലോട്ട് സിങ്കായി. നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യമാണ് ഈ ഒരു ചെറിയ സിനിമ
ചെറിയ തിയേറ്ററുകളിൽ മാത്രം ഇറങ്ങി ആരും അറിയാതെ പോകാമായിരുന്നു. നമ്മളുടെ ആണോ അതോ പ്രൊഡ്യൂസറിൻ്റെ ആണോ ജിവോൻ്റെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് തിരിഞ്ഞു വന്നു. മാമച്ച ന്യൂസ് ശരിക്കും കേട്ടായിരുന്നോ? അവര് പറയാൻ നമ്മൾ ജയിച്ചു. അതിന് നിങ്ങളല്ലേ പറഞ്ഞേ? ആ സഖാവേ നന്ദി, സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ചിരി തിരക്കല, ഞാൻ തിരിച്ചു വിളിക്കട്ടെ. ആ എന്നാ പറഞ്ഞ? ജയിച്ചെന്ന്. എടാ ജയിക്കാൻ വേണ്ടി ഞാൻ അത്ര കഷ്ടപ്പെട്ടു നിനക്കറിയാവോ? മാമച്ച നിങ്ങൾ തന്നെയല്ലേ? പ്ലീസ്. ആ ശർമാജി ശുക്രിയ. हाँ शुक्रिया. हाँ मैं बात करूंगा, मैं പിന്നീട് बात करूंगा. നിങ്ങളുടെ ഒരു കരുങ്ക. എടോ മനുഷ്യ, നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ തോറ്റാലേ കേന്ദ്രത്തിൽ പറയാൻ പറ്റുള്ളത്? ഞാനോ? അന്ന് ജോസിനോട്. അത് ചുമ്മാ പറഞ്ഞല്ലേ? വെറുതെ പറഞ്ഞാണോ? ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞേ. എടാ എന്തോരം പണിപ്പെട്ട ഒരു സീറ്റ് ഒപ്പിച്ച് നിനക്കറിയാമോ? അപ്പൊ അവിടെ ഗോപിക്ക് കയറി നിൽക്കണം. അന്നേരം ചുമ്മാ ഞാൻ ഉണ്ടാക്കിയത് ഈ കേന്ദ്രമന്ത്രി കഥ. അപ്പൊ കേന്ദ്രത്തിൽ ഒന്നുമില്ലേ? കേന്ദ്രത്തിൽ ഉണ്ട ഒഴുങ്ങി വെച്ചേക്കുവാ. എന്നാ പിന്നെ ഞാൻ പോസ്റ്റർ കീറിയതും ജോസിനെ തെറി പറഞ്ഞൊക്കെ എന്തിനായിരുന്നു? ഞാൻ പറഞ്ഞു എന്നാ സോറി. എടാ പാച്ച, നമ്മൾ തോക്കാൻ നോക്കുമ്പോ അവർ നമ്മൾ ജയിപ്പിക്കാൻ നോക്കും, ഉപദ്രവിക്കാന്നുള്ളതാണല്ലോ അവന്മാരുടെ ലൈൻ. അല്ലെങ്കിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യണമെങ്കിൽ ചോള എത്ര വേണമെന്നാ? ഇനി പാർട്ടി വണ്ടി തന്നെയും കിട്ടിയാൽ തന്നെ അതിന്റെ 10 ദിവസം കൂട്ടിലടിച്ച് മാറ്റും. ഇതിപ്പോ ജോസിന്റെ ഭാര്യയുടെ കെട്ടുതാൽ ഒരു പണയത്തിലായ സ്ഥിതിക്ക് നമുക്കൊരു ആശ്വാസമായില്ലേ? അപ്പൊ ഗോപിയുടെ കാര്യം? ഗോപിയുടെ കാര്യം ഗോപി വാ. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് സത്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? നിന്നോട് ഇത് പറയണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അഭിനയത്തിൽ നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് ഒരു കള്ള ലക്ഷണം വരും. അത് കണ്ട അവന്മാര് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. എന്റെ കന്നി വോട്ട് വെറുതെ പോയില്ലേ? കന്നി വോട്ടല്ലേ, കന്യകാത്തൊന്നുമല്ലോ. മാമച്ച, ഇതെങ്കിലും ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ. അതോ ഇത് വിശ്വസിക്കാം. എന്നാ നമുക്ക് ആഘോഷിക്കണം. അവരാഘോഷം തുടങ്ങിയില്ലേ? നോക്കി കളക്കാം. അഴിച്ചിട്ടാ MLA. കഥയും തിരക്കഥയൊക്കെ നോക്കി തന്നെയാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ ഒരു രീതിയിലുള്ളൊരു കാശ് ആഗ്രഹിച്ചൊന്നും സിനിമകൾ കുറേയൊന്നും ചെയ്തിട്ടില്ല. ചില സിനിമകൾ നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഞാൻ മുൻകൂട്ടി ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സിനിമ മേഖലയോട് ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, അതിലിപ്പോൾ ഒരു മേക്കർ ആവണമെന്നോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറാണെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാര്യം അതൊക്കെ കുറേ ഈ പറയുന്ന പോലെ വേറൊരു രീതിയിലുള്ള ടാലൻസ് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സിനിമയിൽ ഭാഗമാവണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. നടനാവണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, എനിക്ക് തോന്നുന്നു ഞാൻ പ്രതീക്ഷിച്ചുമില്ല. പക്ഷേ വന്നു കഴിഞ്ഞ ആദ്യത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇതിനോട് ഇത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് ഇതിലേറ്റവും ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു മേഖലയാണ് അഭിനയം എന്ന് പറയുന്നത്. അവിടെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ നിന്ദിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടത്തോടെയാണ് ആദ്യത്തെ സിനിമ തൊട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു തൊഴിലിനെ കാണുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല സംവിധായകരുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് അഭിനയം. എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും ഇൻബോൺ ആയിട്ടൊരു ടാലൻറ്റഡ് ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയാം, ഞാനല്ല. ഞാനൊരു ഡയറക്ടേഴ്സ് ഗ്രൂമിങ്ങിൽ ഒരു പരിധിയല്ല, നല്ലൊരു പരിധി വരെ ഒരു ഡയറക്ടേഴ്സ് ഗ്രൂമിങ്ങിൽ ഡിപ്പെൻഡഡ് ആണ് എൻ്റെ കഥാപാത്രങ്ങളും ഞാൻ ചെയ്യേണ്ട സമയങ്ങൾ. അപ്പം നല്ല സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യമാണ്. അതിപ്പം എനിക്കൊരിക്കലും ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പം ജോഷി സാറിനോട് എൻ്റെ 2ാമത്തെ സിനിമ വർക്ക് ചെയ്യണമെന്ന് ഞാൻ മലർവാടി ചെയ്യുമ്പോൾ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ചതിനേക്കാളും അന്ന് നമ്മുടെ സ്വപ്നത്തിൽ ഉള്ളൊരു കാര്യങ്ങളല്ല. നമ്മൾ അടുത്ത സിനിമ അദ്ദേഹത്തിനൊപ്പം ചെയ്യും, അത് വരികയാണ്. അത് ഭാഗ്യം, ദൈവാനുഗ്രഹം, ഈ രണ്ടുമല്ലാതെ ഞാനിപ്പോൾ എനിക്ക് ഒരു ഉത്തരവില്ല പറയാൻ. അത് കഴിഞ്ഞ് വിനീതിനെ എന്നെ തട്ടത്തിൻ മറയത്ത് ചെയ്യാൻ തോന്നുന്നു. അതിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ വെക്കാൻ തോന്നുന്നു. ഒരു കൂട്ടുകാരനെ ആദ്യത്തെ സിനിമ കൊടുക്കുന്നു, 2ാമത്തെ സിനിമ കൊടുക്കുന്നു, അത് വിനീതിനെ കൊണ്ട് തോന്നിപ്പിക്കണം. അതൊക്കെ ഞാൻ പറയുന്ന ഭാഗ്യം തന്നെ ഞാൻ കാണുന്നു. പിന്നെ എഗെയിൻ നല്ല ഡയറക്ടേഴ്സിനൊപ്പം ഇപ്പോൾ രഞ്ജിത്ത് ശങ്കർ സാറ്, ജൂഡ് ആൻ്റണി ജോസഫ്, വിനയ് ഗോവിന്ദ്, അങ്ങനെ നമുക്ക് നമുക്കൊരുപാട് ഗുണങ്ങൾ നമ്മളുടെ മേഖലയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇവരോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻപുട്സ് വരുന്നുണ്ടായിരുന്നു. അതിപ്പം പലപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷൻ ആണെന്നില്ല, നമ്മളെ അവർ ഇരുത്തി പഠിപ്പിക്കുന്നുമില്ല. പക്ഷെ അവർ നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് നമ്മൾ പതുക്കെ അക്വയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വാക്കുകളിൽ പറയാൻ എനിക്കറിയില്ല. അത് ചില സമയത്ത് നമുക്ക് ഒരു ഷോട്ട് കഴിയുമ്പോൾ തോന്നും നമുക്ക് ഇത് ഈ കഴിഞ്ഞ സിനിമയെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം അത് ഓരോ സിനിമ ചെയ്യുമ്പോഴും ഒരു ഷോട്ടിലെങ്കിലും എന്താ പറയുക, നമ്മൾ
ഒരു കറക്ഷൻ അറിയാതെ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് എല്ലാ സിനിമ കഴിയും തോറും ഓരോന്നോരോന്നൊരു മാറ്റം വന്ന് അത് കൂടട്ടെ, നല്ലതല്ലേ ഓരോ കറക്ഷൻസ് ഇങ്ങനെ വരുന്നത്. അപ്പം എൻ്റെ ഇതിൽ ടാലൻറ്റിനേക്കാളും സിനിമയിൽ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം, ഇത് രണ്ടുമാണ്.